അപ്പോൾ ഇന്ന് നമ്മുടെ സ്കിൻ കെയറിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. ഓണം അടുക്കാറായി. അപ്പോൾ അത് ഞാൻ വെളിച്ചത്തിൽ എൻ്റെ ഫേസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്, പിഗ്മെൻറ്റേഷനൊക്കെ കുറച്ച് കുറവ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ സിമ്പിളായിട്ട് തന്നെയാണ് കേട്ടോ. ഈ ദിവസങ്ങളിൽ ഫുൾ അത് തന്നെയാണ് ചെയ്യുന്നത്. പുറത്തുനിന്ന് വേറെ സാധനങ്ങൾ തൈരൊക്കെ വാങ്ങേണ്ടി വരും. അപ്പോൾ അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ മുഖമൊന്ന് നല്ലോണം വാഷ് ചെയ്യുക. അപ്പോൾ ഫേസ് വാഷ് ഇട്ടിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ അതാ ഗൈസ്, ഞാൻ മുഖം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് നമ്മുടെ കോഫി പൗഡറാണ് കേട്ടോ. കോഫി പൗഡർ എല്ലാവരും വീട്ടിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കോഫി പൗഡർ, പിന്നെ അതേ നമ്മുടെ തൈര് കേട്ടോ. തൈര്, ഇത് രണ്ടും മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. കോഫി പൗഡർ എടുത്ത പാടെ അടച്ചു വെക്കുക, അല്ലെങ്കിൽ നാശാവുള്ള ചാൻസ് ഉണ്ട്. ഇവിടുത്തെ അമ്മ ഞാനായതുകൊണ്ട് എന്നാലും ചീത്ത പറയില്ല. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ചീത്ത പറയും. അപ്പം നന്നായിട്ട് മിക്സ് ആക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നൈസായിട്ട് കിട്ടും കേട്ടോ. എൻ്റെ ഉണ്ട്, പിന്നെ ഞാനിതുമുണ്ട്. അപ്പോൾ ഞാനിതെടുത്തു. ഇത് സ്ക്രബ് പരുവത്തിലായിരിക്കും ചിലപ്പോൾ. ഇല്ല, നല്ല കോഫി പൗഡറാണ്, കുഴപ്പമില്ല. നമ്മൾ എന്ത് വെച്ചാൽ മുടിയൊക്കെ മാറ്റി വെക്കുക. മുടിയുമായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്തും നമ്മൾ അപ്ലൈ ചെയ്യാം. ഇപ്പം എൻ്റെ കുറച്ച് തരിതരിയുണ്ട്. ഇൻസ്റ്റൻറ്റ് 5 രൂപയുടെ ബ്രൂ കിട്ടണമെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. എന്ന് വെച്ചാൽ തരി ഉണ്ടാവില്ല. തരി ഉണ്ടെങ്കിൽ വലിയ അലമ്പൊന്നുമില്ല. നല്ലോണം ബ്രൈറ്റ് ആക്കും കേട്ടോ കോഫി പൗഡർ. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് തരി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ മൂക്കിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ആക്കി കൊടുക്കും. ഇപ്പോൾ കണ്ണിൻ്റെ മുകളിൽ പറ്റണോണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ വേറെ എന്താ പറയുക, പുറത്തുനിന്ന് വാങ്ങുന്ന കെമിക്കൽ ഉള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ. കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാം. കുളിക്കുമ്പോൾ കഴുത്തിൽ അപ്ലൈ ചെയ്യുള്ളൂ, കാരണം കറിയിക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഒരു 20 മിനിറ്റെങ്കിലും വേണ്ട ഒരു ഉണങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങട്ടെ. ഉണങ്ങിയിട്ട് നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് വാഷ് ചെയ്യാവേ. അപ്പോൾ അതെ, നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടിയില്ലേ. അതുപോലെ തന്നെ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സ്കിൻ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 5-6 മാസം സ്കിൻ കെയർ നിർത്തി വെച്ചു. അതുകൊണ്ടാണ് നമ്മളിത് തുടച്ചതിന് ശേഷം നമ്മൾ എന്തായാലും മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇത് മസ്റ്റായിട്ട് ഇടാം കേട്ടോ. സെറമൊക്കെ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. അത് നമുക്ക് സെറം നല്ലതാണ്, ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ എന്തായാലും മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്യണം. സൺസ്ക്രീൻ മസ്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ. അത് നമ്മുടെ ഈ ഒരു ലൈറ്റിൻ്റെ പോലും നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമുക്കറിയില്ല, നമുക്ക് പിന്നെ പതുക്കെയാണ് നമുക്ക് വരിക. പെട്ടെന്നൊന്നും നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും വരില്ല. പിന്നെ നമുക്ക് പതുക്കെ എന്തായാലും വരും. അപ്പോൾ നമ്മൾ അത് സ്കിപ്പ് ചെയ്യരുത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സീക്ക സൺസ്ക്രീനാണ്. അത് 198 രൂപയ്ക്ക് കിട്ടും കേട്ടോ. അടിപൊളി സൺസ്ക്രീനാണ്. നല്ലോണം ഉണ്ട്, അതിൽ ക്വാണ്ടിറ്റിക്ക് നല്ല പോലെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. നിങ്ങളത് വാങ്ങിച്ച് യൂസ് ചെയ്തോളൂ. അപ്പോൾ റേറ്റും കുഴപ്പമില്ല. അതുപോലെ തന്നെ നല്ല സൺസ്ക്രീനാണ്. SPF 50 ആണ്, 50+++ ഒക്കെയാണ്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ സ്കിൻ കെയർ ചെയ്യുക. നല്ല സ്കിന്നാവട്ടെ, തിളങ്ങട്ടെ. ഓക്കെ, നല്ല മാറ്റം വന്നില്ല. ഇൻസ്റ്റൻ്റായിട്ട് എന്തായാലും വരും. പക്ഷെ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്യണം. ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് മെയിനായിട്ട്. അപ്പോൾ അത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അയ്യോ, ബൈ.